മുറിയുമോ? പശ്ചിമേഷ്യൻ മണ്ണിൽ പുകയുന്ന യുദ്ധക്കനൽ ഇപ്പോൾ ആഴക്കടലിലെ മൈൻവേട്ടയിലേക്ക് വഴിമാറുകയാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക മൈൻവിരുദ്ധ സൈനിക പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുമ്പോൾ അത് കേവലം ഒരു പടയൊരുക്കമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാവുന്ന ഒരു വൻ സ്ഫോടനത്തിന്റെ മുന്നോടിയാണോ എന്ന ഭീതിയിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന്റെ കടൽ തന്ത്രത്തിലെ ഭീതിജനക ആയുധങ്ങളായി വിലയിരുത്തപ്പെടുന്ന മഹാം 3യും മഹാം 7ഉം എന്ന നാവിക മൈനുകളുടെ പേരുകൾ ലോകവിപണികളെയും സൈനിക ആസ്ഥാനങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുന്നത്. കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി പതിയിരിക്കുന്ന ഈ സ്ഫോടക വലകൾ ഒരു ബട്ടണമർത്തി പ്രവർത്തിക്കുന്ന ആയുധങ്ങളല്ല, മറിച്ച് ശബ്ദവും കാന്തിക ചലനവും കപ്പലുകളുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ശേഷിയുള്ള മാരക കുടുക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ വെറും മൈനുകൾ എന്നതിലപ്പുറം ലോകവ്യാപാരത്തെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന അദൃശ്യ സമുദ്രായുധങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വെറുമൊരു സൈനിക നീക്കം എന്നതിലപ്പുറം ലോകരാജ്യങ്ങളെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഇറാന്റെ തന്ത്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന അവസാനവട്ട പരക്കംപാച്ചിൽ കൂടിയായാണ് ഒരു വിഭാഗം നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ആഗോള സാമ്പത്തിക ഭദ്രതയുടെ താക്കോൽ കൈവശമുള്ള ഇറാന്റെ അടുത്ത നീക്കം എന്തെന്നതും പേർഷ്യൻ കടലിലെ ഈ പടയൊരുക്കം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതുമാണ് ഇന്ന് ലോകം വീക്ഷിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വൻതോതിലുള്ള എണ്ണയും വാതകവും ഈ ഇടുങ്ങിയ കടൽപാത വഴിയാണ് ലോക വിപണിയിൽ എത്തുന്നത്. അതിനാൽ ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്നത് എണ്ണവില ഉയരാനും ചരക്കു ഗതാഗതം തകരാനും ആഗോള വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഹോർമൂസിലുണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും ലോകം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ വലിയ യുദ്ധ കപ്പലുകൾക്ക് പകരം ചെറിയ ഉപരിതല ബോട്ടുകൾ ഉപയോഗിച്ചാണ് മൈനുകൾ വിന്യസിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. വേഗത്തിൽ നീങ്ങാനും കണ്ടെത്താൻ ബുദ്ധിമുട്ടാനും കഴിയുന്ന ഈ ബോട്ടുകൾ ഉപയോഗിച്ച് കടലിടുക്കിലെ നിർണായക ഭാഗങ്ങളിൽ സ്ഫോടന വസ്തുക്കൾ സ്ഥാപിച്ചതായി കരുതുന്നു. എത്ര മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ലെങ്കിലും ഡസൻ കണക്കിന് മൈനുകൾ ഉണ്ടായിരിക്കാമെന്നാണ് സൂചനകൾ. ഈ അനിശ്ചിതത്വം തന്നെയാണ് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇറാൻ ഉപയോഗിച്ചതായി കരുതുന്ന മൈനുകളിൽ മഹാം 3, മഹാം 7 എന്നീ ആധുനിക മോഡലുകൾ ഉൾപ്പെടുന്നു. 100 മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന 300 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരമിട്ട ഖനിയാണ് മഹാം 3. ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന 220 കിലോഗ്രാം ഭാരമുള്ള അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഖനിയാണിത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സോണാർ കണ്ടെത്തൽ ഒഴിവാക്കാൻ ഇതിന്റെ കോണാകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വലിയ കപ്പലുകൾ അടുത്തെത്തുമ്പോൾ പ്രവർത്തിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മഹാം 7 സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവ സാധാരണ സ്പർശന മൈനുകൾ മാത്രമല്ല, കപ്പലുകളുടെ ശബ്ദം, കാന്തിക വ്യതിയാനം, ജലത്തിലെ ചലനം എന്നിവ തിരിച്ചറിയുന്ന സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. അതിനാൽ കണ്ടെത്താനും നിർവീര്യമാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അമേരിക്കക്ക് മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും ഇത് എളുപ്പമോ വേഗത്തിലോ നടക്കുന്ന ഒരു പ്രക്രിയയല്ല. പഴയ രീതിയിലുള്ള മൈൻ സ്വീപ്പർ കപ്പലുകൾക്ക് പകരം ആളില്ലാ സംവിധാനങ്ങളാണ് ഇപ്പോൾ മുൻഗണന. വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ, അതിവേഗ ആളില്ലാ ബോട്ടുകൾ, ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിന്യസിക്കുന്ന സോണാർ സംവിധാനം എന്നിവ ഉപയോഗിച്ച് ആദ്യം മൈനുകളുടെ സ്ഥാനം കണ്ടെത്തുകയും തുടർന്ന് സുരക്ഷിതമായി നശിപ്പിക്കുകയുമാണ് ലക്ഷ്യം. എന്നാൽ ഇടുങ്ങിയ കടലിടുക്കിൽ ഇത് നടപ്പാക്കുന്നത് അതീവ അപകട സാധ്യത നിറഞ്ഞതാണ്. കാരണം മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും ഇറാന്റെ തീരപ്രദേശങ്ങൾക്ക് സമീപം പ്രവർത്തിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ മിസൈൽ ആക്രമണം, ഡ്രോൺ സ്വാം ആക്രമണം, അതിവേഗ ബോട്ടുകളുടെ ഇടിച്ചുകയറ്റം തുടങ്ങിയ ഭീഷണികൾ നിലനിൽക്കും. അതിനാൽ മൈൻ നീക്കം ചെയ്യൽ സാങ്കേതിക ദൗത്യം എന്നതിലുപരി നേരിട്ടുള്ള യുദ്ധ സാഹചര്യമായി മാറാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ചില അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തുവിടുന്നുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ നാവിക മൈനുകൾ വില കുറഞ്ഞതാണെങ്കിലും അതിവിപുലമായ തന്ത്രശക്തിയുള്ള ആയുധങ്ങളാണിവ. ഒരു ചെറിയ എണ്ണം മൈനുകൾ പോലും കടലിടുക്കിലൂടെ പോകുന്ന വലിയ ചരക്ക് കപ്പലുകളെ ഭീതിയിലാഴ്ത്താൻ മതിയാകും. എല്ലാം പൊട്ടിത്തെറിക്കണമെന്നില്ല. അവ ഉണ്ടാക്കുന്ന സംശയം മാത്രം പോലും കപ്പൽ ഗതാഗതം മന്ദഗതിയിലാക്കും. ഇൻഷുറൻസ് ചിലവ് ഉയരും, ചരക്കു നീക്കം വൈകും, എണ്ണവില ഉയരും. അങ്ങനെ വളരെ ചെറിയ നിക്ഷേപം കൊണ്ട് ആഗോള വിപണിയിൽ വൻ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് മൈനുകൾക്ക് ഉള്ളത്. നിയമപരമായ വശവും ഇവിടെ സങ്കീർണമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ആഗോള ഗതാഗതത്തിന് നിർണായകമായ കടലിടുക്കുകൾ തടയുന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്നില്ല. എന്നാൽ കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ സ്വന്തം പ്രാദേശിക ജലപരിധിയാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഇതോടെ സമുദ്ര നിയമവും സൈനിക അവകാശവാദങ്ങളും തമ്മിലുള്ള തർക്കം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് കേവലം ഒരു ജലപാതയല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ വിധി നിശ്ചയിക്കുന്ന ഒരു ടൈം ബോംബാണ്. അമേരിക്ക തന്റെ സർവ്വസന്നാഹങ്ങളുമായി മൈൻവേട്ടക്കിറങ്ങുമ്പോഴും അവരെ കാത്തിരിക്കുന്നത് കടലിനടിയിലെ സ്ഫോടക വസ്തുക്കൾ മാത്രമല്ല, ഇറാന്റെ പ്രവചനാതീതമായ തന്ത്രങ്ങൾ കൂടിയാണ്. ഓരോ മൈനും നീക്കം ചെയ്യാൻ അമേരിക്ക എടുക്കുന്ന സമയം ആഗോള വിപണിയിൽ എണ്ണവിലയെ ആകാശത്തോളം എത്തിക്കും. അതായത് അമേരിക്കയുടെ ഓരോ നീക്കവും ലോകത്തിന്റെ സാമ്പത്തിക നട്ടലിനേൽക്കുന്ന പ്രഹരമാകും. കാരണം ഹോർമൂസ് വഴിയാണ് ലോകത്തിന്റെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിലും
പ്രകൃതിവാതകവും സഞ്ചരിക്കുന്നത്. ഈ ഇടുങ്ങിയ കടൽപാതയിലെ ഒരു ദിവസത്തെ തടസ്സം പോലും അന്താരാഷ്ട്ര വിപണികളെ കുലുക്കാൻ മതിയാകും. കപ്പലുകൾ വൈകിയാൽ ഇൻഷുറൻസ് ചിലവ് ഉയരും, ചരക്കുനീക്കം മന്ദഗതിയിലാകും. അതിന്റെ തിരിച്ചടി ലോകമെമ്പാടുമുള്ള പെട്രോൾ പമ്പുകളിലും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിലും പ്രതിഫലിക്കും. മിഡിൽ ഈസ്റ്റിൽ ഒരു മൈൻ പൊട്ടിയാലും അതിന്റെ ശബ്ദം യൂറോപ്പിലെ വിപണികളിലും ഏഷ്യയിലെ ഫാക്ടറികളിലും കേൾക്കേണ്ടി വരും. ഇനി മുന്നിലുള്ള ചോദ്യം ഹോർമൂസ് തുറക്കുമോ എന്നതിലുപരി ലോകം എത്ര വില കൊടുത്താണ് അത് തുറക്കുക എന്നതാണ്. ഒരു തെറ്റായ നീക്കം വലിയ യുദ്ധത്തിന് വഴിവെക്കാം. ഒരു വൈകിയ തീരുമാനം സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകാം. അതിനാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കപ്പലുകൾ മാത്രമല്ല, ലോകത്തിന്റെ ഭാവിയും വിപണികളുടെ വിശ്വാസവും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതവുമാണ്.